സുചേട്ടാ നമസ്കാരം. നമസ്കാരം. രാവിലെ 4 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നമ്മുടെ രാജ്യം മ്യാൻമറിലേക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതാദ്യമായിട്ടല്ല ഇന്ത്യ മ്യാൻമറിലേക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി ആദ്യം കയറിയ വർഷം, അതായത് ഫസ്റ്റ് ടേമിൽ അദ്ദേഹം ഒരു സർജിക്കൽ സ്ട്രൈക്ക് സൈന്യത്തെ കൊണ്ട് നടത്തിയിരുന്നു. അത് നക്സൽ കേന്ദ്രങ്ങൾ തകർക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്കാണ് അവിടെ നടന്നിരിക്കുന്നത്. മ്യാൻമറിന്റെ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം ഇറങ്ങിയിരിക്കുന്നു. പ്രധാനമായിട്ടും ഡ്രോൺ ആക്രമണമാണ് നടന്നിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നിരോധിത സംഘടനയായിട്ടുള്ള പരേഷ് ബറൂഫ നേതൃത്വം നൽകുന്ന ഉൾഫ ഐ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് അറിയാൻ സാധിച്ചു. ഈ ഉൾഫയെ കുറിച്ച് പറയുമ്പോൾ ഞാനത് കൂടുതൽ പറയുന്നില്ല എങ്കിലും നമ്മൾ ന്യൂസിന്റെ മലയാളം പലപ്പോഴായിട്ട് കൊടുത്ത വാർത്തയാണ്. പല പ്രേക്ഷകർക്ക് ഉൾഫ എന്താണെന്ന് ആ സമയത്ത് അറിയില്ലായിരുന്നു. അതായത് ബംഗ്ലാദേശിൽ ഈ യൂനിസ് അധികാരത്തിൽ കയറിയപ്പോൾ ഉൾഫയെ, അതായത് നിരോധിത സംഘടനയാണ്, ആസാമിലുള്ള സംഘടനയാണ്, ഈ ഉൾഫയെ വീണ്ടും വളർത്തിക്കൊണ്ടുവന്ന് ആസാമിലേക്ക് അവരെ നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് മ്യാൻമാറും ബംഗ്ലാദേശുമാണ് അതിന് ഈ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ന്യൂസ് ഇന്ത്യ മലയാളം പലപ്പോഴായി കൊടുത്തിട്ടുള്ളതാണ്. കൊടുത്തിട്ടുള്ളത് മാത്രമല്ല, നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ സംഘടനയ്ക്ക് നേരെയാണ് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സൈന്യം ഇത് നിഷേധിച്ചിട്ടുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള വിശദാംശം? കഴിഞ്ഞ ദിവസമാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് പുലർച്ചെ 2 മണി മുതൽ 2 മണിക്കൂർ നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. 2-4 വരെ നീണ്ടു നിന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. മ്യാൻമാറിലെ സഗൈഞ്ഞ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലായിരുന്നു ഈ അറ്റാക്ക് നടന്നത്. ഡ്രോൺ അറ്റാക്കാണ്. അതിൽ ഇസ്രായേലിന്റെയും ഫ്രാൻസിന്റെയും മറ്റും ഡ്രോണുകൾ, 150-ൽ പരം ഡ്രോണുകൾ ആണ് അതിൽ എന്നാണ് അവരുടെ നേതാവ് പറയുന്നത്, ഈ പരേഷ് ബറുവ എന്ന് പറയുന്നത്. അവിടെ ഒരു വിങ്ങിന്റെയാണ്. ഉൾഫയ്ക്ക് പല ഗ്രൂപ്പുകളുണ്ട്. അത് ഒരു ഗ്രൂപ്പ് നമുക്കറിയാം. നമ്മുടെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾഫ മാത്രമല്ല, അനവധി ഭീകര സംഘടനകളുണ്ട്. ഇതിന് മ്യാൻമാർ ബ്രാഞ്ചുകളുമുണ്ട്. ഇവരാണ് പലപ്പോഴും ആക്രമണം നടത്തുന്നത്. ഈ അടുത്ത കാലത്ത് ധനുഷ് പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് ഇവർക്ക് വേണ്ടി വലിയൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇത്തരം ഭീകര സംഘടനകൾക്ക്. ആ ഭീകര സംഘടനകളുടെ ആ ഒരു രീതി, അവിടെ ആക്രമണം നടത്തുക, പിന്നീട് ചൈനയിലേക്ക് കടക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിന് സമാനമായിട്ട് തന്നെ ഈ ഒരു പ്രദേശത്ത്, ഈ സാങ്കേയിൽ മാത്രമല്ല നടന്നിരിക്കുന്നത്, നാഗാലാൻഡിന്റെയും ഒപ്പം തന്നെ ഈ അരുണാചൽ പ്രദേശിന്റെയും ഒക്കെ ബോർഡറിലുള്ള പാങ്സോ മേഖലയിലും വ്യാപകമായ രീതിയിൽ ഇത് നടന്നിട്ടുണ്ട്. അവിടെ കൊല്ലപ്പെട്ട നയൻസോ എന്ന് പറയുന്ന ഒരു ഭീകര കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു, ഉൾഫയുടെ. ആ കമാൻഡറുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് ഡ്രോൺ ആക്രമണം നടന്നത്. എന്നിട്ടുള്ളത് ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത്, ഹിസ്ബുള്ളയുടെ ഈ പറയുന്ന അവരുടെ കമാൻഡർ കൊല്ലപ്പെട്ടിട്ട് അവരൊരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈ പേസറുകൾ ഒരുമിച്ച് കിട്ടുമല്ലോ, ഒരുമിച്ച് കിട്ടും. അതിന് സമാനമായിട്ടായിരുന്നു നയൻ ആസാം എന്ന് പറയുന്ന ഈ കമാൻഡറുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 19 പേർക്ക് ഗുരുതര പരിക്ക് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. അതിനകത്തൊരു കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം വരും. ഈ 19 പേര് പടമായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. നിലവിൽ ഇത് ഇന്ത്യൻ സൈന്യം നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടില്ലെന്ന്. അത് ഇന്ത്യ അങ്ങനെ പറയുന്നതിന് അതൊരു കാര്യമുണ്ട്. കാരണം അതായത് നമ്മുടെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സ്ട്രൈക്കുകൾ വിരലിൽ എണ്ണാവുന്ന സർജിക്കൽ സ്ട്രൈക്ക് മാത്രമേ. പക്ഷെ നിരന്തരം നമ്മൾ ഇതുപോലുള്ള അറ്റാക്കുകൾ മ്യാൻമാറിൽ കയറി ചെയ്യാറുണ്ട്. അത് അവിടുത്തെ വിശ്വാസം എടുത്തുകൊണ്ട് അവിടുത്തെ സൈന്യത്തെ മുൻകൂട്ടി നടത്തുന്ന ഒരു നീക്കം തന്നെയാണിത്. മ്യാൻമാർ സൈന്യത്തെ കൂടെ അറിയിച്ചിട്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതെന്ന് അറിയാൻ സാധിക്കും. എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മൾ 2015 നടന്ന 2015 ജൂൺ 9 ആദ്യത്തെ ഓപ്പറേഷൻ നടന്നത്. വലിയൊരു ഓപ്പറേഷൻ എന്ന് പറയും, ഓപ്പറേഷൻ പഴ്സൂട്ട് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പറേഷൻ പഴ്സൂട്ട് മണിപ്പൂരിന്റെ ബോർഡറിലായിരുന്നു. മണിപ്പൂരിന്റെ ബോർഡറിൽ ആ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മ്യാൻമാറിന്റെ 22 കിലോമീറ്റർ അകത്ത് നമ്മുടെ സൈന്യം കടന്നു കയറി. അത് നമ്മൾ ഹെലികോപ്റ്ററുകളും മറ്റൊന്നും ഉപയോഗിച്ചില്ല, നമ്മുടെ കമാൻഡോകൾ തന്നെ കടന്നു കയറുകയായിരുന്നു. അവിടെ ചെന്ന് ഈ ഭീകരന്മാരുടെ ക്യാമ്പുകൾ നമ്മൾ തകർക്കുകയായിരുന്നു. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ മണിപ്പൂരില് ഒരു 18ഓളം ജവാന്മാര് വീരമൃത്യു വരിച്ചിരുന്നു. ആ നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്ന സംഘടനകളെ തകർച്ചയുമായിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ പെഴ്സൂട്ട് ആരംഭിച്ചത്. അതിനകത്ത് നമ്മൾ ലക്ഷ്യം വെച്ച സംഘടന CN എന്ന് പറയുന്ന ഒരു നക്സൽ ഭീകര സംഘടന, ഒപ്പം തന്നെ KYKL, KC തുടങ്ങിയ സംഘടനകളെയാണ് നമ്മൾ അന്ന് ലക്ഷ്യമിട്ടിരുന്നത്. ആ ഒരു ഓപ്പറേഷനിൽ ഏതാണ്ട് 35 മുതൽ 50ഓളം ഭീകരർ കൊല്ലപ്പെടുകയുണ്ടായി. ഇത്രയും കടന്നു കയറി. അതിനുശേഷം ആ ഓപ്പറേഷൻ തീരുകയുണ്ടായി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ഓപ്പറേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ
നമ്മുടെ രാജ്യം അംഗീകരിച്ച മറ്റൊരു ഓപ്പറേഷൻ ആയിരുന്നു 2017-18 കാലഘട്ടത്തിൽ ഓപ്പറേഷൻ ഡോൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഈ അതിർത്തി കടന്ന് ഈ മയക്കുമരുന്നും മറ്റും എത്തിക്കുന്ന ഭീകരന്മാരെ ഒതുക്കുന്നതിന് വേണ്ടി ഡോൺ എന്ന് അതിന്റെ നമുക്ക് അറിയില്ല. ഇതിനു ശേഷം 2019 നമ്മളൊന്ന് അതിർത്തി കടന്നിരുന്നു. ഇതൊക്കെ നമ്മുടെ രേഖകളിലുള്ള അതിർത്തി കടക്കലാണ്. ഇതിന്റെ ഇടയ്ക്ക് ചെറുതും വലുതുമായിട്ടുള്ള ആസാം റൈഫിൾസിന്റെയും മറ്റുമൊക്കെ അതിർത്തി കടന്നുള്ള അടി വേറെയുണ്ട്. അപ്പൊ അതിനൊന്നും വലിയ പ്രാമുഖ്യമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ അടി നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് 2025, അതായത് ഈ വർഷം കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു സംഘർഷം. ഇതിലിപ്പോ 19 പേരുടെ മരണമാണോ അതോ ഗുരുതര പരിക്ക് എന്ന് മാത്രമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. കാരണം നമ്മുടെ സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല നമ്മൾ കയറി അടിച്ചിട്ടുണ്ടെന്നുള്ളവരും. സാധാരണഗതി ഈ ചെറിയ അപ്പൊ ഒരുപക്ഷെ നമ്മുടെ രാജ്യം ഒരു ചെറിയ ഓപ്പറേഷൻ ആയിട്ടായിരിക്കാം. ഏതായാലും നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അധികം വൈകാതെ തന്നെ അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ ഓപ്പറേഷൻ പൾസൂട്ട് ആരംഭിച്ച് 4 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ സൈന്യം അത് പറയുന്നത്. അങ്ങനെ ഒരെണ്ണം നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ അതിനകത്ത് എത്ര കിലോമീറ്റർ കയറി എന്നൊന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല. അത്തരം വാർത്തകളൊക്കെ വന്നത് മറ്റു മാധ്യമങ്ങൾ ആണ് നൽകിയത്. ഇത്രയും കിലോമീറ്റർ കടന്നിട്ട് നമ്മുടെ കമാൻഡോസ് തന്നെ നേരിട്ട് പോയി അത് തീർക്കുകയായിരുന്നു എന്നുള്ളത്. ഇതിപ്പോൾ ഡ്രോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴീ ഉൾഫയുടെ നേതാവാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഫ്രാൻസിന്റെ ഡ്രോണാണ് ഉപയോഗിച്ചത്. 150-ലധികം ഡ്രോണുകൾ ഉണ്ടായിരുന്നു. ശവസംസ്കാര ചടങ്ങിനിടയിൽ പോലും ഈ ഡ്രോൺ ആക്രമണം നടന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ-ഇ തോയ്ബയുടെയും ഇതുപോലെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദികളെയും ഒക്കെ വലിയ രീതിയിൽ US സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ചൈനയുടെ ഒക്കെ പരോക്ഷമായ സഹായവും കിട്ടുന്നുണ്ട്. ഈ സർജിക്കൽ സ്ട്രൈക്ക് മ്യാൻമറിൽ നടത്തിയ ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഒരു താക്കീത് തന്നെ എന്ന് പറയാം. കാരണം ഇവിടെ അതിർത്തി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഞങ്ങൾ അതിർത്തി കടന്ന ഒരു പുതിയ പോളിസി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തിൽ മുഴുവൻ പ്രഖ്യാപിച്ച കാര്യമാണ്. ഞങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ നമ്മുടെ പോളിസി അങ്ങനെ തന്നെ ആയിരുന്നു. നരേന്ദ്രമോദി കയറിയതിനു ശേഷം നമ്മൾ ഇസ്രായേലിനോട് പറഞ്ഞതും അങ്ങനെയാണ്. അതിർത്തി കടന്ന് നിങ്ങളുടെ നാട്ടിൽ ഒരു ഭീകരവാദം ആരെങ്കിലും ചെയ്താൽ അവന്റെ എവിടെയാണോ അവൻ ഈ ലോകത്തുള്ളത് അവിടെ പോയി തീർക്കുക. അതാണ് നമ്മുടെ നയം. ആ നയമാണ് ഇവിടെയുമാണ്. സ്വാഭാവികമായി തന്നെ ഇത് ബംഗ്ലാദേശിൽ താക്കിയതല്ല, അവർക്കൊരു ഭയം ജനിച്ചിട്ടുണ്ടാകും. കാരണം അവരുടെ ബോർഡറിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യ ഇതിപ്പോ മ്യാൻമാർ സൈന്യത്തെ അറിയിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണമാണെങ്കിൽ ഒരുപക്ഷെ ബംഗ്ലാദേശിനെ അറിയിക്കുക കൂടി ചെയ്യാൻ സാധ്യതയില്ല. പാകിസ്ഥാൻ ഒരു പുതിയ വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ എന്നുള്ള വാർത്തകളെല്ലാം കൊടുത്തിരുന്നു. ആ വാർത്ത നമ്മൾ പ്രധാനമായി പറഞ്ഞ കാര്യം നേപ്പാൾ വഴി ഭീകരരെ കടത്തിവിടുന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന വാർത്ത. അതുപോലെ തന്നെ ബംഗ്ലാദേശ് വഴി. അപ്പൊ ഈ രണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് ഭീകരന്മാരെ കയറ്റുന്നില്ല. കാരണം കയറ്റിക്കഴിഞ്ഞ് ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലത്തെ അടി കിട്ടുമെന്ന് ഭയന്നിട്ട് അവരിപ്പോ ആ വഴി ഉപയോഗിക്കുന്നില്ല. പകരം വളഞ്ഞ വഴി നേപ്പാൾ വഴിയും ബംഗ്ലാദേശ് വഴി എത്തുക. ഇപ്പോഴീ പറയുന്ന ഈ മ്യാൻമാറിലുള്ള ഭീകര ഗ്രൂപ്പുകളാണ് ഈ പറയുന്ന ഉഫ സഹായം ചെയ്തു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഉൾഫയുടെ പിന്നിലുള്ളത് ഈ കുക്കികളുടെ പിന്നിലുള്ള അങ്ങനത്തെ സംഘടനകളാണ്. ഈ KYC KYP എന്നൊക്കെ പറയുന്ന സംഘടനകളും ഒക്കെ അത്തരത്തിലുള്ള സംഘടനകളാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കൂടുതൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർ സാധാരണ ചൈനയുടെ ബോർഡർ ചൈനയിലേക്ക് എത്തുകയാണ് അവരുടെ പതിവ്. പക്ഷെ ഇത്തവണ അവർക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റിയില്ല. കാരണം ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ ഇവർ ചൈനയിലേക്ക് കടക്കുമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ അവരെ തീർത്ത് കളയാൻ നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്കാണ്. വലിയൊരു ഇന്ന് ഏതാണ്ടൊക്കെ എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നിട്ടുണ്ട്. വലിയ പ്രാധാന്യത്തോടെ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതെന്തുകൊണ്ടാണ് പ്രാധാന്യത്തോടെ വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറി അടിക്കുന്നതാണ്. ഇവിടെ ബംഗ്ലാദേശിൽ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പണികൾ ഇടയ്ക്ക് നമ്മൾ നടത്താറുള്ളതാണ്. കാരണം നമ്മുടെ അസം ബോർഡർ, ത്രിപുര ബോർഡർ, അപ്പം ആ ഒരു ബോർഡറിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കൃത്യതയുള്ളൊരു അതിർത്തിയില്ല. അതുകൊണ്ട് തന്നെ ആ കയറി അടിക്കുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മുടെ LOC പോലത്തെ ഒരു സംവിധാനമാണുള്ളത്. അപ്പൊ ആ LOCയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അടിക്കാറുണ്ട്. അപ്പം ഇതിപ്പോൾ കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആണെന്നാണ് നമുക്ക് ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഒരുപക്ഷെ 2-3 ദിവസത്തിന് ക്ലാരിറ്റി. കാരണം 2015 ഇവര് ഓപ്പറേഷൻ പെഴ്സൂട്ട് ആരംഭിക്കുമ്പോൾ നമ്മൾ ആരും അറിഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇതിന്റെ വാർത്തകൾ പുറത്തു. ഇതിനെ സർക്കാർ ശരിയാണ് സംഭവം എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു വലിയ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ പടവും ഒന്നും കാണിക്കാറില്ല. കാരണം ഇത് ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ അവരെ നമ്മൾ ചെയ്തു. മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഭീകര ഗ്രൂപ്പുകളാണ്. ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള വേൾഡ് മുഴുവൻ നിരോധിക്കപ്പെട്ടിട്ടുള്ള വലിയ ഭീകര ഗ്രൂപ്പുകളും. ഇത് അവിടുത്തെ പാക് സർക്കാർ ഇവിടെ മ്യാൻമാർ സർക്കാർ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളല്ല ഇത്. പകരം ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഉള്ള അവിടുത്തെ സർക്കാരോ അങ്ങനെയുള്ളവർ പിന്തുണയ്ക്കുന്നതാണ്. ഇത് സൂചന നൽകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഒരു താക്കീത് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ശരിക്കും ബംഗ്ലാദേശിന് തന്നെയാണ്. കാരണം നിങ്ങൾ ഇവരെയൊക്കെ പ്രഖ്യാപിച്ച് ഇങ്ങോട്ട് വിട്ട് ഇവിടെ എന്തെങ്കിലും അക്രമം കാണിക്കാനാണ് ഭാവമെങ്കിൽ ഇതൊരു സൂചനയാണ്.
ഞങ്ങൾ അതിർത്തി കടക്കും, അതിർത്തി കടന്ന് നിലംപരിശാക്കുക തന്നെ ചെയ്യും, അതിനിപ്പോ ഞങ്ങൾക്ക് വലിയ വെപ്പൺസിന്റെ ആവശ്യമില്ല, അത് ഡ്രോൺ അറ്റാക്ക് ആകാം എന്ന ഒരു വ്യക്തമായ സൂചനയാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഇന്ത്യ വർഷങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 2015 കൊടുത്തിട്ട് ഏതാണ്ട് 2017 വരെ 2 വർഷത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ 2018-ലും 2019-ലും ഓരോ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് 2025 വരെ വലിയ പ്രശ്നമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്നലെ രാത്രിയിൽ കൊടുത്ത് ഇന്ന് പുലർച്ചെ കൊടുത്ത ഈ ഒരു തിരിച്ചടിയിൽ ചിലപ്പോ 2-3 വർഷത്തേക്കും ആയിരിക്കും, അത്രയും ഒതുങ്ങിയിരിക്കുമോ എന്ന് അറിയില്ല. ഏതായാലും ഇനി അടുത്തത് ബംഗ്ലാദേശിന്റെ ബോർഡർ കടന്ന് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇവർ അവിടുന്ന് തമ്പടിച്ച് മ്യാൻമാറിൽ കയറുക, മ്യാൻമാറിൽ നിന്ന് ഈ മണിപ്പൂർ, നാഗാലാൻഡ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കയറി ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഇല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് ആയുധം പോലുള്ള സംഘടനകളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ള തീരുമാനം പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ സംയുക്തമായിട്ട് ചേർന്ന് എടുത്തതാണെന്നും ഉൾഫ എന്ന് പറയുന്ന സംഘടനയെ ബംഗ്ലാദേശിലാണ് അതിന്റെ വെള്ളവും വളവും ഇപ്പോൾ കൊടുത്ത് അതിനെ നട്ടു വളർത്തുന്നതെന്നും ബംഗ്ലാദേശ് അതിനുശേഷം ഉൾഫ എന്ന് പറയുന്ന സംഘടനയെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ അതിലുള്ള ഭീകരന്മാരെ കയറ്റി അവരെ ഇന്ത്യയിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്താം. ബോംബ് സ്ഫോടനം എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഒരു ലക്ഷ്യങ്ങളിടുന്നത് പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ഇവ പത്മനാഭസ്വാമി ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം, പൂരി ജഗന്നാഥ ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തി നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കി അതിനെ ഒരു ആഭ്യന്തര യുദ്ധമായിട്ട് ആളിക്കത്തിക്കാനാണ് ഇവരുടെ ശ്രമം എന്ന് നമ്മുടെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് ന്യൂസ് ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഈ ബംഗ്ലാദേശില് ഇയാൾ യൂനസ് അധികാരത്തിൽ വരുന്ന ആ സമയത്തുള്ള റിപ്പോർട്ടുകളുടെ കൂടെ ചേർത്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഉൾഫയെ ഈ ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും ബംഗ്ലാദേശിനുള്ള താക്കീതാണ് എന്ന് തന്നെ നമ്മൾ കരുതണം. കാരണം ബംഗ്ലാദേശിലേക്ക് ഇനി ഞങ്ങൾ കടന്നു കയറാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. കാരണം ഞാൻ പറഞ്ഞ ബിജുചേട്ടൻ ഓർമ്മ ഉണ്ടായിരുന്നു, അതായത് നമ്മൾ ഈ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഈ ഇന്ത്യൻ ഓഷനിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ചൈനയിൽ നിന്ന് 6 സബ്മറൈൻസ് വാങ്ങുന്നുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ. അതായത് കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരി പറഞ്ഞു, അതായത് ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് നമ്മൾ തയ്യാറായി നിൽക്കുന്നു. അതിന് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വാർത്ത, ചൈനയുമായി ബന്ധപ്പെട്ട വാർത്ത, ചൈനയുമായിട്ട് ഏത് നിമിഷം ഒരു യുദ്ധം. കാരണം ഇതിനെല്ലാത്തിനും പിന്നിൽ മ്യാൻമറായിരുന്നാലും ബംഗ്ലാദേശും ഇന്ത്യയൊക്കെ ഒരു തലതൊട്ടപ്പനായിട്ട് നിൽക്കുന്നത് ചൈനയാണെന്ന് നമുക്ക് പറയേണ്ടി വരില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു യുദ്ധത്തിലേക്ക് പോവാതെ നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലെ, അതായത് എവിടെയാണോ റൂട്ട് കോസ്, ആ റൂട്ട് കോസിനെ മാത്രം തകർക്കുക എന്നുള്ള ഒരു രീതിയല്ലേ നമ്മുടെ സൈന്യം ഇപ്പൊ അവലംബിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഉൾഫ മുമ്പ് വലിയൊരു സംഘടനയായിരുന്നു. അപ്പോ ആ എന്ന് പറയുന്ന ആ സ്ഥാപന മേഖല തന്നെ ഇവരുടെ കയ്യിലായിരുന്നു. അപ്പൊ നമുക്കറിയാം ഈ കഴിഞ്ഞുപോയ ജനുവരി 26 ഹിമന്ത് ബിശ്വ ശർമ്മ അവിടെ വന്ന് പതാക ഉയർത്തുകയും ആസാമിന്റെ തലസ്ഥാനത്തിന്റെ ഒരു ഭാഗം അവിടെ അതിന്റെ ഈ ഓഫീസും കാര്യങ്ങളും അവിടെ പ്രവർത്തനക്ഷമമാകുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ ഉൾഫയുടെ മെയിൻ വിങ് കീഴടങ്ങി അവര് അതിന് ഞങ്ങളില്ല, ഞങ്ങളുടെ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവര് കീഴടങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ ഈ ഉൾഫയുടെ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഈ സംഭവത്തിന് പിന്നിൽ എനിക്ക് തോന്നുന്നു ഉൾഫയുടെ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പേര് പരേഷ് ബറുവ. ഈ പരേഷ് ബറുവയുടെ ആ നേതൃത്വമാണ്. കാരണം നമുക്കറിയാം ഈ നക്സലുകളും ഭീകരവാദ സംഘടനകളും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മെയിൻ ഗ്രൂപ്പിനെ നിർത്തിയാലും അതിനകത്തുനിന്നുള്ള ഉൾപാർട്ടി ചെറിയ ചെറിയ ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഉൾഫ എന്ന് പറയുന്ന സംഘടന ഏതാണ്ട് നമ്മുടെ സൈന്യം അടിച്ചൊതുക്കി നിലംപരിച്ചായി. ബാക്കി എന്നതിന്റെ ലീഡേഴ്സ് ഒക്കെ ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഈ പിരിഞ്ഞുപോയ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്, അതായത് ഉൾഫ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ്സുകൾ. ആ ഗ്രൂപ്പ്സുകൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ പരിധിവരെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഈ കണക്കുള്ള വിഘടനവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നമുക്ക് അമർച്ച ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ നമുക്കറിയാം ഈ മണിപ്പൂരിലെ കലാപത്തിന്റെ പിന്നില് ഈ അതിർത്തി കടന്നെത്തുന്ന ആയുധങ്ങളും ഗ്രൂപ്പുകളുമാണ് എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും പലവട്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആ ഒരു സാഹചര്യം വേണം ഈ അടി കാണാനായിട്ട്. കാരണം ഈ അതിന് ഒരുപാട് വൈകാരികമായ വിഷയങ്ങളുണ്ട്. ഇവർക്ക് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പം ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ കടന്നു കയറുന്നത് അവരുടെ മതം ഉപയോഗിച്ചിട്ടാണ്, മതത്തിന്റെ ഒരു വഴി തുറന്നുകൊണ്ടാണ് അവർ അവിടെ പിടിമുറുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഈ ഗോത്രവർഗ്ഗങ്ങൾ രണ്ടിടത്തുമുണ്ട്. കുക്കീസ് ശരിക്കും പറഞ്ഞാൽ മ്യാൻമാറിൽ നിന്ന് എത്തിയവരാണ്, അവരുടെ വിഭാഗം അവിടെയുമുണ്ട്. ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ളവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്ത് കിടക്കുന്നവരും ഭാഷയും ഗോത്രവും എല്ലാം ഒന്നു തന്നെ ആയതുപരമാണ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇവരെ അക്സസ് ചെയ്യാൻ കഴിയും, അവർക്ക് എളുപ്പത്തിൽ ഈ ആയുധങ്ങൾ എത്തിക്കാൻ കഴിയും. ഇപ്പൊ മണിപ്പൂർ കേന്ദ്രഭരണ പ്രദേശമാണ്, പട്ടാള ഭരണമാണ്, അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോകും.
അപ്പോഴാണ് ഇത് കണക്കുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക്. ഇപ്പൊ ഇത് സംബന്ധിച്ച് ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് നടന്നിരിക്കുന്നത്. ഭയങ്കരമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണ് നടന്നിരിക്കുന്നത്. യാതൊരു തർക്കവും അതിലില്ല. ഇനി മരണസംഖ്യ 19 പേർക്ക് ഗുരുതര പരിക്ക് എന്ന് മാത്രമാണ് അറിയുന്നത്. പക്ഷെ നമ്മുടെ സർക്കാർ ഞങ്ങൾ അങ്ങനെ ഒരെണ്ണം നടത്തിയിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല ഭർത്താവ് പറയുന്നത്. അതങ്ങനെയാണ് എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മള് അവരെ അടിച്ച മെയിൻ അടികൾ മാത്രമാണ് ശരിക്കും നമ്മുടെ സർക്കാർ അംഗീകരിച്ചത്. അതിലൊന്ന് ഈ 2015 ഓപ്പറേഷൻ പെഴ്സൂട്ട് ആയിരുന്നു. അത് നമ്മൾ പറഞ്ഞു, ഞങ്ങൾ അവരുടെ 50 ഭീകരരെ കൊലപ്പെടുത്തി എന്നുള്ളത്. 22 കിലോമീറ്ററാണ് നമ്മൾ കടന്നു കയറിയത്. അതിനുശേഷം നടന്ന കാര്യങ്ങളും കൂടെ ഞാൻ അതിൽ ശേഷം നടന്ന ഓപ്പറേഷൻ ഡോൺ നടന്നിരുന്നു. ഡോണിനും മാധ്യമ ശ്രദ്ധ വന്നിരുന്നു. പക്ഷെ ഈ ഓപ്പറേഷന്റെ പേരോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയിട്ടില്ല. വരാതിരിക്കില്ല, ചിലപ്പോ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് നമ്മുടെ സേന പറയും. പക്ഷെ അത് ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലെ വലിയൊരു സംഭവമായിട്ടൊന്നും അവതരിപ്പിക്കും. സൈന്യത്തിന്റെ ഒരു വക്താവ് വന്നിരുന്നിട്ട് ഒന്നെങ്കിൽ സാധാരണ ഇതിൽ അവരുടെ പ്രസ് റിലീസ് കൊടുക്കുക ചെയ്യും. ഇപ്പൊ കുറച്ചുകൂടെ സൗകര്യമാണ്, അവരുടെ എക്സ് ഒക്കെ ഉണ്ട്. ആ പോസ്റ്റിലിടും. നമ്മുടെ സാധാരണ ഇപ്പൊ സൈന്യം അങ്ങനെയാ ചെയ്യുന്നത്. പോസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ മ്യാൻമാറിന്റെ അതിർത്തി കടന്നു എന്ന് അവരൊരിക്കലും പറയാൻ സാധ്യതയില്ല. അതിർത്തി കടന്നിട്ടില്ലല്ലോ. നമ്മുടെ ഈ അതിർത്തി നിന്നാണല്ലോ ഡ്രോൺ അങ്ങോട്ട് വിടുന്നത്. അല്ലാതെ നമ്മൾ അവരുടെ അതിർത്തി കടന്ന് നമ്മുടെ സൈന്യം പോയിട്ടില്ല. അപ്പൊ അങ്ങനെ പറയില്ല, ഞങ്ങളിങ്ങനെ അത് ഇല്ലാതാക്കി, നിശേഷം ഇല്ലാതാക്കി എന്ന് പറയിക്കാൻ സാധ്യതയില്ല. പറയുമെന്ന് തന്നെ തോന്നുന്നു. കാരണം 19 പേരെന്ന് പറയുമ്പോൾ ഒരു കമാൻഡർ ഉണ്ട്. അതില് ഇന്ത്യ നോട്ടമിട്ട ആളാണ് ഈ പറയുന്ന ഈ ഒരു ഭീകരൻ നയൻ അസാം എന്ന് പറയുന്നത്. ആ നയൻ അസാമിന്റെ ശവസംസ്കാര ചടങ്ങിലാണ് ബാക്കി ഡ്രോണുകളെല്ലാം കൂടെ കൊണ്ട് വാരിയിട്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും നിരത്തി പിടിച്ചാണ് ഇട്ടിരിക്കുന്നത്. അതായത് നാഗാലാൻഡിന്റെ അരുണാചൽ പ്രദേശിന്റെ ബോർഡർ ഉൾപ്പെടെ ഉള്ള ആ ഒരു നീളത്തിലാണ് മുമ്പോട്ട് വരുന്നത്. പാങ്സോ മേഖലയിൽ ആകെ എന്നാണ് ഭീകര സംഘടനകളാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് കേട്ടോ. ഉൾഫയുടെ നേതാക്കന്മാർ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ പഴയ പ്രധാനമന്ത്രി പറഞ്ഞിരുന്ന ഒരു കാര്യം വളരെ ശരിയാണെന്ന് തോന്നുന്നു. ശരിയായ പാതയിലാണ് നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്, ഞങ്ങളുടെ അതിർത്തികളെ ആക്രമിച്ച നിങ്ങൾ എവിടെ പോയായിരുന്നാലും ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും അവിടെ എത്തി ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളത് അതിപ്പോ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇത് പാകിസ്ഥാനും ഈ ഒരു വാർത്ത കണ്ടെങ്കിൽ അവർക്കും കാര്യം മനസ്സിലായി കാണും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കാരണം അതിർത്തി കടന്ന് ചെന്നാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതിപ്പോ ബംഗ്ലാദേശ് ആയാലും മ്യാൻമാർ ആയാലും. കാരണം മ്യാൻമാർ സർക്കാർ നമുക്കെതിരല്ല, അവിടെ തമ്പടിച്ചിരിക്കും. കാരണം അവിടെ ഒരു വ്യവസ്ഥാപിതമായ ഒരു രാജ്യമല്ല, ഒരു സർക്കാരിന് കീഴിലല്ലത്. ഓരോ പ്രദേശവും ഇരിക്കുന്നു. അരക്കൻസിന്റെ പ്രദേശം അവിടെ അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണത്.